ഹായ് എവരിവൺ. നമുക്കിന്ന് നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവാനായിട്ട് ഒരു സിമ്പിൾ ടെക്നിക്ക് നോക്കിയാലോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും ഒന്ന് ഹൈ ആക്കി നിർത്തണമെന്ന് അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി എങ്ങനെയാണ് ഹൈ ആക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആവത്തുള്ളൂ അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. അതാണ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയിരുന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് സാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയത്തില്ല എങ്ങനെ മാജിക്കായിട്ട് ഇതൊക്കെ നടന്നു എന്ന്. നമ്മൾ പിന്നീട് ആലോചിക്കും. ചിലപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും കാണത്തില്ല. പക്ഷെ നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആയിരിക്കും. നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട് ഫ്രീക്വൻസി ഹൈ ആക്കാനായിട്ട്. അത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്താണെന്നറിയോ? എപ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുക. അതായത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ചിരിച്ചുകൊണ്ടിരുന്നാൽ വട്ടാന്ന് ആളുകൾ ചിന്തിക്കും. അങ്ങനെയല്ല. നമുക്ക് ഏത് സാഹചര്യം വന്നാലും, ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് വീട്ടിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കാൻ ഓർത്ത് ആ സമയത്ത് നമ്മൾ ചെറു പുഞ്ചിരിയോടുകൂടി അവിടെ നിന്നത് ചെയ്യാൻ നോക്കുക. അതായത് നമ്മൾ സാഡായിട്ടാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലതരം വിഷമങ്ങൾ നമ്മളിങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫീലിങ്സ് നോക്കുമ്പം നമുക്കൊരു ചിരിക്കുന്ന മുഖമായിരിക്കത്തില്ല. നമ്മുടെ ആ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഫീലിങ്സാണ് നമ്മുടെ മുഖത്ത് നമ്മുടെ പുറമെ പ്രതിഫലിച്ച് വരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇടയിൽ നമ്മളൊന്ന് ചിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയൊരു പുഞ്ചിരി, ചിലപ്പോൾ നമുക്ക് ചിരി വരുന്നില്ല എന്ന് തന്നെ വെച്ചോ. ആ ചിരി വരുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വെറുതെ ചിരി ഒന്ന് അഭിനയിക്കുക. ചിരി വരുന്നില്ല, അപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മുടെ ചുണ്ടൊന്ന് കൂട്ടിയിട്ട് പിരികം ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉപബോധ മനസ്സ് ചിന്തിക്കും നമ്മൾ ചിരിക്കുകയാണ്. ഉപബോധ മനസ്സിന് അറിയത്തില്ല ഇത് ഒറിജിനൽ ചിരിയാണോ ഡ്യൂപ്ലിക്കേറ്റ് ചിരിയാണോ എന്ന്. അഥവാ ചിരി വന്നില്ലെങ്കിൽ പോലും നമ്മളിത് ഓർക്കുന്ന സമയത്ത് ചിരിക്കണോ അല്ല ഫ്രീക്വൻസി ഉയരണമെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി ചിരിക്കാൻ ശ്രമിക്കുക. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചിരി ഒറിജിനൽ വരുന്നില്ലെങ്കിൽ, ഇനി ഒറിജിനൽ ചിരി നമുക്ക് വരുന്നുണ്ട്, നമ്മുടെ ഫീലിങ്സൊക്കെ നല്ല ഹാപ്പിയാണ് എങ്കിൽ ഒറിജിനലായിട്ട് തന്നെ എപ്പോഴും ഒരു ചിഞ്ചിരിച്ച മുഖത്തോട് ആളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടി നമ്മളിരിക്കാൻ ശ്രമിക്കുക. നമുക്കൊരു പുഞ്ചിരി വരുന്നില്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ, നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ഫീലിങ്സ് എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി ഒരു പുഞ്ചിരിച്ച മുഖം, ആ ഒരു ഫീലിങ്സിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് ചിരി, ഒരു സന്തോഷം കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. നമുക്ക് അന്നൊരു ഒരു സാഡ്നെസ്, നമുക്കപ്പോഴും എന്തോ ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഐ എം ഹാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വിഷമത്തിനെ ഇങ്ങ് മാറ്റുക. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഐ എം ഹാപ്പി ഓൾവേസ്, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നു. പിന്നെ എന്തിനാ എനിക്ക് വിഷമം? ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നു. എൻ്റെ വിഷമം എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പുറത്തൊന്നും ഒരാൾക്ക് കൊണ്ടൊന്നും എനിക്ക് വിഷമം ഇട്ടുതരാൻ പറ്റത്തില്ല, എനിക്ക് സന്തോഷം തരാൻ ഒക്കത്തില്ല. ഈ സന്തോഷവും ഈ വിഷമവും സങ്കടവും അല്ല എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ചിരിച്ച മുഖത്തോടു കൂടി നമ്മളെപ്പോഴും സംസാരിക്കാനായാലും നമ്മുടെ ഒരു പ്രവർത്തികൾ ചെയ്യുമ്പോഴാണെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോഴായാലും എല്ലാം നമ്മളൊരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലും നമ്മുടെ മുഖത്തും നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. നിസ്സാര കാര്യങ്ങളൊന്നും ചിരിക്കുക. ഇതാണൊരു സിമ്പിൾ ആൻഡ് പവർഫുള്ളായിട്ട് ടെക്നിക്ക് കേട്ടോ. അപ്പം നമ്മൾ ഈ ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത് എന്താ? ഇവന് ഹാപ്പിനെസ് ആണ് ഇഷ്ടം, അല്ലെ ഇവൾക്ക് ഹാപ്പിനെസ് ആണ്, ഈ ആൾ എപ്പോഴും ഹാപ്പിയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഉപബോധ മനസ്സ് ഹാപ്പിയായി ഇരിക്കാനുള്ള ഓരോ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ എത്തിച്ച് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ചിരിയാണ് നമ്മൾ ചിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഉപബോധ മനസ്സിനത് അറിയില്ല. ഉപബോധ മനസ്സായിരിക്കുന്നത് ഇദ്ദേഹം എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഇദ്ദേഹത്തിന് എപ്പോഴും സന്തോഷമാണുള്ളത്. അപ്പം ചിരിക്കാനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച് തന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ്. അപ്പം നമ്മൾ ചിരിക്കാതെ സാഡായിട്ടായിരിക്കുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കേ. നമ്മളിങ്ങനെ ചിരിക്കാതെ സാഡായിട്ടിരിക്കുക, നമുക്കൊരു സന്തോഷമില്ലാത്തതുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഉപബോധ മനസ്സ് എന്തുമായിരിക്കും ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത്? ഇവർക്ക് സാഡാണ് ഇഷ്ടം, ഇവരെപ്പോഴും സാഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഈ സാഡായിട്ടിരിക്കാനുള്ള സിറ്റുവേഷൻസ് ഇങ്ങനെ യൂണിവേഴ്സ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സാഡായിട്ടിരിക്കണോ അതോ ഹാപ്പി ആയിട്ടിരിക്കണോ? നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കണോ അതോ ലോ ആയിരിക്കണോ? അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കും. നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്ത് സാഹചര്യം വന്നോട്ടെ, ആരൊക്കെ നമ്മളെ തളർത്താൻ ശ്രമിച്ചോട്ടെ,
അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നമ്മൾ നേരിടുമ്പോഴാണ് നമ്മളവിടെ വിജയിക്കുന്നത്. നമ്മുടെ പവർ അവിടെ ശരിക്കും അവർ മനസ്സിലാക്കുന്നത്. ഒരാൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ നമ്മളെ വേദനിപ്പിക്കുന്നെങ്കിൽ നമ്മൾ സങ്കടം കാണാനല്ലേ അത് ചെയ്യുന്നത്. അപ്പോൾ ആ ആളുടെ മുമ്പിൽ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആ ആൾ ആകെപ്പാടെ ഞെട്ടിപ്പോത്തില്ലേ, ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇയാൾക്ക് അതൊരു ഓപ്പോസിറ്റ് ആണല്ലോ, അയാൾക്ക് എപ്പോഴും സന്തോഷമാണല്ലോ, അങ്ങനെ ചിന്തിക്കത്തില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാഹചര്യമാകട്ടെ, എങ്ങനെ വന്നാലും നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കുമ്പോൾ, നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം നടക്കും. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ, നമ്മുടെ ഉള്ള ഫീലിങ്സുമാണ് നമ്മളെ ആഗ്രഹങ്ങളെ ഒന്നും നടക്കാതെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുകയും ചിരിക്കാനായിട്ട് പഠിക്കുകയും നമ്മളെപ്പോഴും നല്ല ആത്മാർത്ഥത, ഫീലിങ്സ് വേണം ഇതിനെല്ലാം കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് കൊണ്ടുവരാൻ ശ്രമിക്കണം. നമുക്ക് ആദ്യം ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ആ ഫീലിങ്സ് വരില്ല, പക്ഷെ നമ്മളങ്ങനെ ശ്രമിക്കണം. ആ ഫീലിങ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്നത് വലിയ പാടൊന്നുമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു ടെക്നിക്ക്, ഈ ഒരു ചിരി ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്താൻ ഇന്ന് മുതലൊന്ന് ശ്രമിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു സിമ്പിൾ ടിപ്പാണെങ്കിൽ പോലും വളരെയധികം നമുക്ക് ഈ ജീവിതത്തിൽ പ്രയോജനമുള്ളൊരു ടിപ്പാണിത്. നിങ്ങളത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി നോക്കുക. ഇതുപോലെ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്താൻ പറ്റും. ഇതിപ്പോൾ നമുക്കത് നമ്മുടെ പല പ്രാക്ടീസിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. പല ടെക്നിക്കിലൂടെ നമുക്ക് ഓരോന്ന് മാനിഫെസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ ഇതിനെല്ലാം നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയി വെച്ചിരിക്കണം. അപ്പം നമ്മുടെ ഈ ഫ്രീക്വൻസി ഹൈ ആയി വെക്കാനുള്ള ഈ പല ടെക്നിക്സുകളും പല പ്രാക്ടീസുകളും ഒക്കെയുള്ള ലൈഫ് കോച്ചിങ് സെക്ഷൻ ഞാൻ ഒരു 11 days കൊടുക്കുന്നുണ്ട്. ഇപ്പം 2 മുതലാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചേരാവുന്നതാണ്. 11 ദിവസത്തേക്ക് 111 ആണ് ഫീസ്. ഇനി പേഴ്സണൽ സെക്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 555 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.